വെളിച്ചെണ്ണ അല്പമൊന്ന് വില കൂടിയപ്പോൾ പരിതപിക്കുന്ന മലയാളി. ഇത് ഞങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നാട്. തെങ്ങിനെയും നാണ്യവിളകളെയും ആശ്രയിച്ചു ജീവിച്ചവര് അറബിപ്പൊന്നിൻ്റെയും ഡോളറിൻ്റെയും കടന്നുവരവോടെ വൈറ്റ് കോളർ ജോലികളെ മാത്രം ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ പേര് ബംഗാരളം എന്നായി മാറി വരുന്നോ എന്ന് എനിക്കൊരു സംശയം. കേരളത്തിൽ തെങ്ങുകൾ ഇന്നൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. വീടുകൾ പണിയാൻ മുറിച്ചു മാറ്റുമ്പോൾ അത്ര വേദന തോന്നിയില്ലെങ്കിലും ആർഭാടത്തിനായി കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളെ മുറിച്ചു മാറ്റി പാഴ്മരങ്ങളെയും ഈന്തപ്പനയും വെച്ചുപിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ നിലനിൽപ്പിനായി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പലായനം ചെയ്ത് അവിടെ സമൃദ്ധമായി വളരുന്നുണ്ടെങ്കിലും കൂടുതൽ വിളവിനായി കെമിക്കലുകളും മാരക വിഷങ്ങളും കുത്തിവെച്ച് ചെറുപ്രായത്തിൽ തന്നെ രോഗികളായി മാറേണ്ടി വരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിക്കുന്നത് എന്നെയും ചേർത്ത് പൊറാട്ടയോടാണ്. ക്രൂരമായി ഉരുട്ടിക്കുഴച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും പൊടികളെ ചെറു ഉരുളകളാക്കി പരത്തി വീശിയടിച്ചും ആകാശത്തിലൂടെ പറത്തിയും ചുടുകല്ലിൽ എണ്ണ ചേർത്ത് ചുട്ടെടുത്തും അവശേഷിക്കുന്ന എല്ലുകളെ അടിച്ചുടച്ചും ബീഫിനും ചിക്കനും കൂട്ടി കഴിക്കുമ്പോൾ അവർക്ക് അല്പം സ്നേഹം തോന്നാറുണ്ട് പൊറാട്ടയോട്. അവിടെയും ഇതിനെല്ലാം കൂട്ടുനിന്ന എന്നോട് ഇവർക്ക് ദേഷ്യമാണ്. അപ്പോഴും പറയും ഇതിൽ എല്ലാം എണ്ണയാ. മലയാളികൾക്ക് വെളിച്ചെണ്ണ എന്നും പ്രിയപ്പെട്ടതാണ്. അതിനായി അവരെ തേടി വിമാനം കയറി ഗൾഫിലേക്കും അമേരിക്കയിലും എത്തി മലയാളി തനിമയുള്ള പേരുകൾ സ്വീകരിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന ബോട്ടിലുകളിൽ വെട്ടിത്തിളങ്ങുന്ന ലൈറ്റുകൾക്ക് കീഴിലായി നിങ്ങളെയും കാത്തിരിക്കുന്ന വെളിച്ചെണ്ണ. പണ്ട് ശുദ്ധമാണെങ്കിലും തുരുമ്പെടുത്ത ഇരുമ്പു ടിന്നുകളിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കടത്തിണയിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വെയിലുകൊണ്ട് കിടന്നെങ്കിൽ ഇന്ന് AC സൂപ്പർ മാർക്കറ്റുകളിൽ മനോഹരമായ ബോട്ടിലിനു മുകളിൽ സിനിമാ നടികളുടെ മുഖചിത്രത്തോടെ നിങ്ങളെയും കാത്തിരിക്കുന്ന വെളിച്ചെണ്ണ. പണ്ട് പനങ്കുല പോലുള്ള മുടിയിൽ കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് തുളസിക്കതിർ ചൂടിയ ശാലീന സുന്ദരിയായ പെൺകുട്ടിയെ ചെറുപ്പക്കാർ ആരാധനയോടെ നോക്കിയും മത്തുപിടിപ്പിക്കുന്ന കാച്ചിയ വെളിച്ചെണ്ണയുടെ മണം കിടപ്പുമുറിയിലെ രാസലീലകൾക്ക് മേൽപ്പൊടിയായപ്പോൾ മുറ്റത്ത് പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളുടെ എണ്ണം പെരുകി വന്നു. അതിൽ ചില മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരുടെയും ഒരു സ്ഥിരം പല്ലവിയാണ്, ഭാര്യയെ നോക്കി നീ അന്നു തേച്ച കാച്ചിയ വെളിച്ചെണ്ണയുടെ ഫലമാ ഇത്, നല്ല ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ. ഈർക്കൽ മുതൽ തെങ്ങിൻ്റെ വേര് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം മുഴുവൻ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും വാഴയെ പുകഴ്ത്തിപ്പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹ കൂടുതലുള്ളത് സ്ഫടികം എന്ന സിനിമയിലെ തിലകൻ ചേട്ടനാണ്. അച്ഛൻ്റെ ഷർട്ടിൻ്റെ കൈവെട്ടിയ മകന് പകരമായി വാഴ വയ്ക്കാതെ 18ാം പട്ട തെങ്ങ് വെച്ച അദ്ദേഹത്തോടെന്തോ ഒരു പ്രത്യേക സ്നേഹമാണ് എനിക്ക്. ഉണർന്നു വരുമ്പോൾ ആരു കണ്ടാലും പേടിക്കുന്ന
നിങ്ങൾ വെള്ളിത്തിരയിൽ ആരാധിക്കുന്ന പല സുന്ദരികളുടെയും നാട്ടിൽ നിങ്ങൾ കൊതിയോടെ നോക്കിയിരുന്ന പല സുന്ദരികളും മുഖത്തെ ചുളിവ് മാറ്റാനും നരകൾ വീണ മുടിയിഴകൾ കറപ്പിക്കാനും ഉപയോഗിക്കുന്നത് എണ്ണ ചേർത്ത ചില ക്രീമുകളാണെന്ന് ഇവർ ഓർക്കാറുപോലുമില്ല. ഇവർക്കെങ്ങാനും ഒരു കഷ്ണം ഹൽവയോ എണ്ണ പലഹാരങ്ങളോ കൊടുത്താൽ അയ്യോ എണ്ണയോ കൊളസ്ട്രോളാ കയ്യുമ്മലാകും എന്നിങ്ങനെയുള്ള പരിഭവം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നാറുണ്ട്. മലയാളികളുടെ സദ്യയിലെ ഉള്ളിയും പച്ചക്കറിയും വാട്ടുന്നത് മുതൽ കറികളിലെ കടുക് പൊട്ടിക്കുന്നതുവരെ എണ്ണ വേണം. ഒരു ചെറിയ പാക്കറ്റിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പപ്പടത്തെ സുന്ദരനാക്കി ഇലകളിൽ പ്രൗഢിയോടെ ഇരുന്ന് ചോറിലും പ്രഥമനിലും കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴും എല്ലാവർക്കും എന്നെക്കുറിച്ച് പരാതിയാണ്. ഇതിൽ മുഴുവനും എണ്ണയാ. ആയുർവേദക്കാർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമാ. ഒടിവ് ചതവ് തൈലങ്ങൾ മുതൽ പനങ്കുല പോലുള്ള മുടികൾ വളരാൻ വരെ വെളിച്ചെണ്ണ കൊണ്ടുള്ള തൈലം വേണം. എന്നാൽ ഇംഗ്ലീഷ് മരുന്നുകാർക്ക് ഞാനൊരു കൊളസ്ട്രോളാ. എന്ത് രോഗങ്ങൾ വന്നാലും എണ്ണ കുറയ്ക്കുക എന്ന് മാത്രമാണ് ഇവരുടെ പല്ലവി. അതിന് മാറ്റം വരുത്താൻ യൂറോപ്യൻ ഡോക്ടർമാർ തന്നെ വേണ്ടി വന്നു. വെളിച്ചെണ്ണയുടെ ഗുണങ്ങളും എൻ്റെ പരിഭവവും പറഞ്ഞാൽ തീരാത്ത അത്രയാണ്. ഓർത്തോർത്ത് നിങ്ങൾക്ക് എഴുതാം ഇതിന് ചുവടെയായി.